പോപ്പുലർ ഇലക്ട്രിക്കൽസ് അവേക്കനിംഗ് ഖത്തർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പോപ്പുലർ ഇലക്ട്രിക്കൽസ് ദോഹ ഖത്തർ. സ്വാഗതം അവേക്കനിംഗ് ഖത്തറിന്റെ പുതിയ അധ്യായത്തിലേക്ക്. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഗതാഗതക്കുരുക്കാണ്. ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൾഫ് കോർഡിനേഷൻ കൗൺസിൽ എല്ലാ വർഷവും ട്രാഫിക് വാരാചരണം സംഘടിപ്പിക്കുന്നത്. GCCയുടെ 24ാമത് ട്രാഫിക് വാരാചരണത്തിന്റെ ഭാഗമായി ഖത്തറിലും ഇത്തവണ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഖത്തറിലെ ട്രാഫിക് വാരാചരണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് അവേക്കനിംഗ് ഖത്തർ ആദ്യം കടന്നു ചെല്ലുന്നത്. പുതിയ ഗതാഗത പരിഷ്കാരങ്ങളിലൂടെ വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള തീവ്രയത്നത്തിലാണ് ഖത്തർ ഗതാഗത വകുപ്പ് അധികൃതർ. പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുക വഴി അപകട നിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2006 270 പേർ ഖത്തറിൽ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. 2007 ആയപ്പോഴേക്കും ഇത് 199 കുറഞ്ഞത് ട്രാഫിക് വകുപ്പിന്റെ കൃത്യമായ ഇടപെടലിന്റെ വിജയമാണെന്ന് കരുതാമെങ്കിലും ഈ കണക്കും ആശ്വാസം നൽകുന്നതല്ല എന്നത് ഓർക്കണം. ബോധവൽക്കരണത്തിലൂടെ അപകടങ്ങൾ ഇല്ലാതാക്കുക എന്നതുതന്നെയായിരുന്നു ഇത്തവണത്തെ ട്രാഫിക് വാരാചരണത്തിന്റെയും ലക്ഷ്യം. വിപുലമായ പരിപാടികളായിരുന്നു 24ാമത് GCC ട്രാഫിക് വാരാചരണത്തിന് ഖത്തർ ഒരുക്കിയത്. 2 ആഴ്ച നീണ്ട ബോധവൽക്കരണ പ്രദർശനം തന്നെയായിരുന്നു ഇതിൽ ശ്രദ്ധേയം. ഖത്തറിലെ വിവിധ സുരക്ഷാ സേനാ വിഭാഗങ്ങളുടെ വാഹനങ്ങളുടെ പ്രദർശനം ഏറെ കൗതുകമുണർത്തുന്നതായി. വിവിധ സേനാ വാഹനങ്ങളുടെ പ്രത്യേകതകൾ സാധാരണക്കാർക്ക് അടുത്തറിയാനുള്ള അവസരമായി ഇത്. ഗതാഗത വകുപ്പിന്റെയും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന പ്രദർശനശാലയിലേക്ക് 2 ആഴ്ചയും ആളുകൾ ഒഴുകിയെത്തി. മിലിറ്ററി പോലീസും ISFും ഒരുക്കിയ പവലിയനുകൾക്ക് മുന്നിൽ നല്ല തിരക്കായിരുന്നു. വിവിധ ആശുപത്രികൾ ഒരുക്കിയ പവലിയനുകളിൽ അപകട രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും പ്രദർശനവേദിയിൽ ഒരുക്കിയിരുന്നു. ഗതാഗത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാൻ ഓരോ ദിവസവും കൂടുതൽ കുട്ടികൾ വേദിയിലെത്തി. ഒരു വശത്ത് നിയമങ്ങളുടെ ബലമുണ്ടെങ്കിലും ബോധവൽക്കരണം മാത്രമേ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കൂ എന്ന തിരിച്ചറിവ് ഖത്തർ ഗതാഗത വകുപ്പ് അധികൃതർക്കുണ്ട്. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികളും ഖത്തറിലെ ട്രാഫിക് വാരാചരണ പരിപാടികളിൽ സന്തുഷ്ടി രേഖപ്പെടുത്തി. വിവിധ സർക്കാർ സർവീസുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡ്രൈവർമാരെ ആദരിക്കുന്ന ചടങ്ങും വിവിധ സെമിനാറുകളും ട്രാഫിക് വാരാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു.
ഖത്തർ സുരക്ഷാ സേനാംഗങ്ങളുടെ വിവിധ അഭ്യാസ പ്രകടനങ്ങളും ആഘോഷ പരിപാടികൾക്ക് മികവേകി. ഇനി അല്പം കാറുകളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. പുതിയ ഇനം കാറുകൾ ഓരോ ദിവസവും നിരത്തിലിറങ്ങുന്ന ഇവിടെ നിന്ന് കാറുകളെ കുറിച്ച് എന്ത് പുതിയ വിശേഷം പറയാൻ എന്നാകും. ഇത് പുതിയ ഇനം കാറുകളെ കുറിച്ചല്ല, ഈ കാറുകളുടെ പഴയ തലമുറയെക്കുറിച്ച്, 60ഉം 70ഉം വർഷങ്ങൾക്ക് മുമ്പുള്ള കാറുകളെ കുറിച്ച്. 60ഉം 70ഉം വർഷങ്ങൾക്ക് മുമ്പുള്ള കാറുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ചിലർ ഖത്തറിലുണ്ട്. അവർ ഈ കാറുകൾ ട്രാഫിക് വാരാചരണത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ആ കാറുകളിലേക്കുള്ള കാഴ്ചയാണ് അവേക്കനിംഗ് ഖത്തറിൽ ഇനി. അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ളതാണ് ഈ കാർ. കാഴ്ചയ്ക്ക് ഇപ്പോൾ അത്ര സുന്ദരനല്ലെങ്കിലും 62 വർഷം മുമ്പ് നിരത്തിലെ രാജാവായിരുന്നു ഷെവർലെറ്റിന്റെ ഈ സുന്ദരൻ കാർ. കാഴ്ചയ്ക്കൊക്കെ സുന്ദരൻ തന്നെ, പക്ഷേ പഴക്കം 74 കൊല്ലമാണ്. 1934 ഫോർഡിന്റെ വാഹനമാണ്. ഇത് കളിപ്പാട്ടമല്ല, ഇവനും നിരത്തുകളിലുണ്ടായിരുന്നു 32 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഇവൻ വിലമതിക്കാനാവാത്ത സ്വത്ത് തന്നെയാണ് ഇതിന്റെ സ്വന്തക്കാർക്ക്.